ശ്രീ റോണി കെ ബേബി 1998 വിജയ് മല്യ സ്വർണം പൂശിയ ദ്വാരപാലക പാളികൾ സമർപ്പിക്കുന്നു. അത് 99 UB ഗ്രൂപ്പിന് വേണ്ടി അമാൽഗമേഷൻ വിദഗ്ധനായ സെന്തിൽ നാഥൻ അതിൻ്റെ പരിശുദ്ധി കൃത്യമായി തന്നെ അളക്കുന്നുണ്ട്. എന്നിട്ട് UB ഗ്രൂപ്പിന് ആ റിപ്പോർട്ടും സമർപ്പിക്കുന്നുണ്ട്. ഇത് കൃത്യമായും സ്വർണത്തിൽ പൊതിഞ്ഞത് തന്നെയാണ് എന്നുള്ളത്. എന്ന് മാത്രമല്ല, അന്നത്തെ ഹൈക്കോടതി രേഖകളിലും അത്തരത്തിൽ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് 2019 ചെമ്പുപാളികൾ എന്നുള്ള ഒരു ഉത്തരവുമായി ദേവസ്വം ബോർഡ് എത്തുന്നത്. ചെമ്പുപാളികൾ സ്വർണം പൂശുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്നത്തെ ആ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൽ പറയുന്നത്. എങ്ങനെയാണ് ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളായി എന്നുള്ളതിൽ ഇപ്പോഴും കൃത്യമായ ഒരു വിശദീകരണം നൽകാനോ അതിന്മേൽ ദേവസ്വം ബോർഡിന് ഒരു ഉത്തരം നൽകാനോ സാധിച്ചിട്ടില്ല. കൃത്യമായ രേഖകളുണ്ട് എന്നാണ് അവിടെ ഉണ്ടായിരുന്ന പല ദേവസ്വം ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. പക്ഷേ ആ രേഖകളൊക്കെ എവിടെ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അതൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ചരിത്രമൊക്കെ മാറ്റിവെച്ചാൽ പോലും നിലവിലിപ്പോൾ ദേവസ്വം വിജിലൻസ് ആണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അല്പം മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി എടുത്തിരുന്നു. പക്ഷേ പലപ്പോഴും പല രീതിയിലുള്ള മൊഴികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്നത്. മൊഴികളിലെ വൈരുദ്ധ്യം വലിയ രീതിയിൽ തന്നെ ദേവസ്വം വിജിലൻസിനെ കുഴയ്ക്കുന്നുമുണ്ട്. അപ്പോൾ വളരെ ബോധപൂർവം ആസൂത്രണത്തോടുകൂടി നടത്തിയ ഈ സ്വർണ്ണ കള്ളക്കടത്ത്, അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിനകത്ത് നിന്ന് ഒരു അന്വേഷണം ഉണ്ടാകുകയാണെങ്കിൽ അത് എവിടെ ചെന്നെത്തും എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി തന്നെ ഉയരുകയില്ലേ? കാരണം കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുന്നിടത്ത് അന്വേഷണം എത്ര സുതാര്യമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പരിപാവനമായ ശബരിമല ക്ഷേത്രത്തെയും കോടാനുകോടി ആളുകൾ വിശ്വസിക്കുന്ന ശബരിമല ധർമ്മശാസ്താവിനെ മുന്നിൽ നിർത്തി നടത്തിയ ഈ തീവെട്ടിക്കൊള്ള ഇപ്പോൾ പുറത്തു വന്നതിന് പിന്നിൽ ധർമ്മശാസ്താവിന്റെ നിശ്ചയമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം നിരീശ്വരവാദികളായിട്ടുള്ള ശബരിമല ക്ഷേത്രത്തെയും ശബരിമലയിലെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ തകർക്കുവാൻ ശ്രമിച്ചവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വലിയ ശബരിമല വിശ്വാസികളും അയ്യപ്പ ഭക്തരുമൊക്കെയായി രംഗപ്രവേശനം ചെയ്തപ്പോൾ അങ്ങനെയൊക്കെ അവരെ വെറുതെ വിടണ്ട എന്ന അയ്യപ്പസ്വാമിയുടെ നിശ്ചയം തന്നെയാണ്, തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഈ വിഷയം പുറത്തു വന്നത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ നടന്നിരിക്കുന്ന വളരെ വ്യക്തമായിട്ടുള്ള തീവെട്ടിക്കൊള്ളയാണ്. ഇത് മനസ്സിലാക്കുന്ന ആളുകൾ എല്ലാവർക്കും വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കള്ളൻ കപ്പലിൽ തന്നെയാണ്. നമ്മൾ ഇനിയും വേറെ പുറത്തുപോയി അദ്ദേഹം അധികം പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ 1999 വിജയ് മല്യ നമ്മൾ സ്വർണം പൂശി എന്ന ഒരു പരാമർശമല്ല നമ്മൾ നടത്തേണ്ടത്. സ്വർണ്ണപ്പാളികൾ പൊതിയുകയാണ് ചെയ്തത്. അവിടെ ശ്രീകോവിൽ ഉൾപ്പെടെ സന്നിധാനത്തെ അവിടെ ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സൃഷ്ടികളിലും സ്വർണ്ണപ്പാളികൾ 30 കിലോയോളം സ്വർണം. അതിനകത്ത് ഇവിടെ ആർക്കും സംശയമില്ല. അതിലാരും ഒരു തർക്കവും ഉന്നയിക്കുന്നുമില്ല. അല്ല വിജയ് മല്യ അന്ന് അവിടെ വന്ന് പറ്റിക്കുകയായിരുന്നോ, വിജയ് മല്യ ചെമ്പ് തകിടുകൾ കൊണ്ടുവന്ന് വെച്ച് അത് സ്വർണമാണെന്ന് അവകാശപ്പെടുകയാണ് ചെയ്തത് എന്നൊന്നും ഇവിടെ ആരും തർക്കം ഉന്നയിക്കുന്നില്ല. ഇത് വളരെ കൃത്യമായി തന്നെ അവിടുത്തെ രേഖകളിലുണ്ട്. 1999 ഇത്ര കിലോ കൊണ്ടുവന്ന് സ്വർണ്ണപ്പാളികൾ പൊതിയുകയാണ് ചെയ്തത് എന്ന് വളരെ കൃത്യമായിട്ട് അവിടെ രേഖകളിലുണ്ട്. അത് 2019 വരെ ഒരു തർക്കവുമില്ല. 21 വർഷം ഇവിടെയുള്ള മുഴുവൻ ഡോക്യുമെന്റ്സിലും വീഡിയോ ദൃശ്യങ്ങളില് ഫോട്ടോകളില് സന്നിധാനവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന എല്ലാ ഫോട്ടോകളിലും വളരെ കൃത്യമായി തന്നെ അവിടെ സ്വർണം പൊതിഞ്ഞത് വളരെ കൃത്യമായി തന്നെ കാണാം. പക്ഷെ ഇവിടെ ദുരൂഹത ഉണ്ടാകുന്നത് 2019 വളരെ പെട്ടെന്ന് അന്ന് ഭരിച്ചിരുന്ന അതിന്റെ നേതൃത്വം നൽകിയിരുന്ന ദേവസ്വം ബോർഡ് പെട്ടെന്ന് തീരുമാനിക്കുന്നു അവിടെ സ്വർണം പൂശുവാൻ വേണ്ടിയിട്ട് അത് ഒന്നുകൂടി നവീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇനിയാണ് ഇവിടെ തൊട്ടാണ് ഇനിയും ഇതിനകത്ത് ദുരൂഹത ഉള്ളത്. അവിടെ നിന്നും അഴിച്ച് ചെന്നൈക്ക് കൊടുത്തു വിട്ടത് അത് തന്നെ നിയമവിരുദ്ധമാണ്. അവിടെ സ്വർണം പൂശുന്ന മിനുക്കുപണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അവിടെ തന്നെ വെച്ചായിരിക്കണമെന്ന് ദേവസ്വം മാനുവൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. കേരള ഹൈക്കോടതി വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിനെല്ലാം ലംഘിച്ചുകൊണ്ട് അവിടുത്തെ ആ ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ നവീകരണത്തിന് വേണ്ടി ചെന്നൈക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ആ ചെന്നൈയിലെ കമ്പനി പറയുന്ന ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവര് പറയുന്നത് ഒരിക്കൽ സ്വർണം പൂശിയ ഞങ്ങൾ വീണ്ടും സ്വർണം പൂശി നൽകാറില്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കീഴ്വഴക്കമില്ല, ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. ഒരിക്കൽ സ്വർണം പൂശിയവയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും അതിൽ സ്വർണം പൂശുകയില്ല. ഇപ്പോൾ വളരെ കൃത്യമായി അപ്പോൾ ചെന്നൈയിൽ എത്തിയിരിക്കുന്നത് എന്താണ്? ചെന്നൈയിൽ എത്തിയിരിക്കുന്നത് ഈ ചെമ്പ് പാളികളാണ് അവിടെ എത്തിയിരിക്കുന്നത്. ചെന്നൈയിലെ 39 ദിവസം കൊണ്ട് ഈ ദ്വാരശില്പ പാലകങ്ങൾ അവിടെ പീഠങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അതിൽ ഒരു തരി പോലും സ്വർണമില്ല എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. അപ്പോൾ എവിടെ വെച്ചാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ സന്നിധാനത്ത് വെച്ച് തന്നെ ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ചു മാറ്റിയിരിക്കുന്നു.
ആദ്യം തടിയിൽ അത് ചെമ്പ് പാളി കൊണ്ട് പൊതിയും. അതിനു മുകളിലാണ് സ്വർണ്ണപ്പാളികൾ വരുന്നത്. അപ്പോൾ ആ സ്വർണ്ണപ്പാളികള് നമ്മൾ അവിടെ ഈ സ്ക്രൂ പോലെയുള്ള വെച്ച് മുറുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് അഴിച്ചു മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഈ ചെമ്പിന് മുകളിലുള്ള സ്വർണ്ണപ്പാളികൾ അവ അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അവ അഴിച്ചു മാറ്റി ചെമ്പ് പാളികളാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ആ ചെന്നൈയിലെ കമ്പനി തന്നെ കൃത്യമായി പറയുന്നുണ്ട്, ദേവസ്വം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഞങ്ങൾ ഇതിൽ സ്വർണം പൂശി നൽകിയത്. അപ്പോൾ എന്താ അവിടെ വളരെ കൃത്യമായി തന്നെ വിജയ് മല്യ നൽകിയിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ അവിടെ കൃത്യമായി തന്നെ അഴിച്ചു മാറ്റി അത് അവിടെ നിന്ന് മോഷണം പോയിരിക്കുന്നു. അതാണ് ഇവിടെ വളരെ കൃത്യമായി തന്നെ നടന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആരോപണ വിധേയനായിരിക്കുന്ന അദ്ദേഹത്തിന്റെ മൊഴി എത്രമാത്രം വിശ്വാസ്യതയുണ്ടെന്ന് നമുക്കറിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹവും പറയുന്നു, എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് ചെമ്പ് പാളികളാണ്. അപ്പോൾ വളരെ കൃത്യമായി തന്നെ ഇതിന്റെ അകത്ത്, കാരണം ഇതെന്താ ഈ വിവരം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. 2019 ഒന്ന് മദ്രാസിൽ കൊണ്ടുപോയി ഇതിനകത്ത് സ്വർണം പൂശി എന്ന് പറയുന്നു. വീണ്ടും 2015 നമ്മൾ ഇതിന്റെ വളരെ ദുരൂഹമാണ്. ഓരോ 5 വർഷം 6 വർഷം കൂടുമ്പോഴാണോ ശബരിമലയിൽ ഇത്രയും പ്രധാനപ്പെട്ട ഭക്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ചെന്നൈയിലേക്കൊക്കെ കൊണ്ടുപോയി 30-40 ദിവസമൊക്കെ എടുത്ത് എന്തിനു വേണ്ടിയാണ് 2025 വീണ്ടും ഇപ്പോഴാണ് ഇതിപ്പോൾ അതിന് കാരണം എന്താ? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരാമർശം. കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു, ഹൈക്കോടതിയുടെ അനുവാദമില്ലാതെ 2025 ഇത് വീണ്ടും ചെന്നൈക്ക് കൊണ്ടുപോയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ 5 അറിഞ്ഞാൽ മനസ്സിലാകുന്നത്? അവശേഷിക്കുന്ന സ്ഥലം കൂടി അടിച്ചു മാറ്റാൻ വേണ്ടിയാണോ ഇപ്പോൾ ദേവസ്വം ബോർഡ് വീണ്ടും? അപ്പോൾ എന്താ കാരണം? മുൻപേ നടന്നിരിക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുടെ, ഇതുപോലുള്ള മോഷണങ്ങളുടെ ചരിത്രം ഇപ്പോഴുള്ള ദേവസ്വം ബോർഡിന് അറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കും അതിലുള്ള ഇനി എന്തെങ്കിലും അവശേഷിക്കുന്ന സ്വർണ്ണത്തരി എന്തെങ്കിലും ബാക്കിയുണ്ടോ അതുകൂടി മോഷ്ടിക്കാൻ വേണ്ടിയാണോ വീണ്ടും 2025 വീണ്ടും ഇത് അഴിച്ച് ചെന്നൈക്ക് കൊണ്ടുപോയത് എന്നുകൂടി നമ്മൾ സംശയിക്കുന്നത്. ഇത് വളരെ വളരെ ഇതെന്ന് പറഞ്ഞത് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്കെല്ലാം വളരെ കൃത്യമായിട്ടറിയാം. തീവട്ടിക്കൊള്ളത്തിനാണ് ഭഗവാന് സമർപ്പിച്ച ഭഗവാന്റെ സ്വത്തായിട്ടുള്ള അത്രയും വിലപ്പെട്ട. കാരണം ഇവർ ഈ ദേവസ്വം ബോർഡിന്റെ പിന്നെ ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് 2019 ദേവസ്വം ബോർഡാണെങ്കിലും 2025 ദേവസ്വം ബോർഡാണെങ്കിലും അത് എന്ന് പറയുന്നത് നിരീശ്വരവാദി സർക്കാർ. കാരണം അവരുടെയൊക്കെ ആത്മാർത്ഥത 1999 മുതൽ 1999 മുതൽ 2019 വരെ ഒരു സംശയവും ഉണ്ടായിട്ടില്ല, ഒരു ആരോപണവും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ നമ്മൾ ഇതൊക്കെ ഒരു സീക്വൻസ് ആയിട്ട് നമ്മൾ കാണണം. ഞാൻ പൊതുവായി പറയുന്നത്, ഭരിക്കുന്ന സർക്കാരിന് തന്നെ ഇതിനെ കുറിച്ച് മനസ്സിലുമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഇവരുടെ വിചാരം എന്താ? കല്ലും മുള്ളും എല്ലാം അയ്യപ്പ സ്വാമിക്ക്, സ്വർണവും പണവും എല്ലാം പിണറായി വിജയന്. അത് തന്നെ അവിടെ കൃത്യമായിട്ട് ഇതിന്റെ അന്വേഷണം. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം എന്ന് പറയുന്നത് ഈ കള്ളന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള. കാരണം എന്താ? ഈ കള്ളന്മാര് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ദേവസ്വം വിജിലൻസ് തന്നെ അന്വേഷണം നടത്തുന്നു, ദേവസ്വം ബോർഡ് തന്നെ ഭരിക്കുന്നു, അവരുടെ കീഴിലുള്ള സംവിധാനം. അതുകൊണ്ട് ഇതിന്റെ അകത്തൊന്നും 1% പോലും സത്യം പുറത്തു വരാൻ പോകുന്നില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ചോദ്യം ചോദിച്ചാലും ഒന്നും വരാൻ പോകുന്നില്ല.